നമസ്കാരം. ഗുരുവായൂരിൻ്റെ എം.എൽ.എ. ശ്രീ എൻ.കെ. അക്ബറാണ് എന്നോടൊപ്പം. സ്വാഗതം സാർ. 1957 ഒന്നാം കേരള നിയമസഭയിലേക്ക് ശ്രീ കോരു മാസ്റ്റർ ഗുരുവായൂരിൻ്റെ പ്രതിനിധിയായി പോയത് മുതൽ തുടങ്ങുന്ന വളരെ ബൃഹത്തായൊരു ചരിത്രമുള്ള മണ്ഡലം കൂടിയാണ് ഗുരുവായൂർ. സ്വതന്ത്രന്മാരുടെ ചെറിയൊരു കാലഘട്ടം മാറ്റി നിർത്തിയാൽ ഏറിയ പങ്കും UDF കോൺഗ്രസ് മുന്നണികൾക്ക് ശക്തിയുള്ളൊരു മണ്ണായിട്ടാണ് ഗുരുവായൂരിൻ്റെ മണ്ണിനെ കണക്കാക്കിയിരുന്നത്. എന്നാൽ 2006 മുതൽ ഈ സ്ഥിതിയിൽ വലിയ മാറ്റം വന്നു. ഇടതുപക്ഷത്തിന് സാമാന്യ സ്വാധീനമുള്ളൊരു മേഖലയായിട്ട് ഗുരുവായൂർ നിയോജക മണ്ഡലം മാറി. മുൻ എം.എൽ.എ. ശ്രീ KV അബ്ദുൽ ഖാദർ, അതുപോലെ ശ്രീ KP വത്സലനും അങ്ങും പോലുള്ള വളരെ ജനകീയരായിട്ടുള്ള മുഖങ്ങൾ ഗുരുവായൂരിൽ നിന്നും ഉണ്ടായി വന്നിട്ടുണ്ട്. CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ചാവക്കാട് നഗരസഭയുടെ അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ MLA ആയി. അങ്ങനെ ഒരു 30 വർഷക്കാലത്തെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് അങ്ങേക്ക്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ചാവക്കാട് ഗുരുവായൂർ പ്രദേശങ്ങൾ വലിയ രാഷ്ട്രീയ സാംസ്കാരിക മാറ്റങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ വളരെ സുപരിചിതനായിട്ടുള്ളൊരു മുഖവുമാണ് അങ്ങ് ചാവക്കാട് ഗുരുവായൂരുകാരെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിനെ ഒന്ന് ഓർത്തെടുക്കാമോ? ഗുരുവായൂർ നിയോജക മണ്ഡലം അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ മേൽക്കൈയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായി. പ്രത്യേകിച്ച് ചാവക്കാട് ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് ബേബി മാഷയുടെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളെ തുടർന്ന് ഈ സമവാക്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. വലിയ തോതിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് CPIM-നും ഇടതുപക്ഷത്തിനും ഒരു പൊതു സ്വീകാര്യത വന്നു. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് 92 ബാബറി മസ്ജിദിനെ തുടർന്ന് ഇത് കുറേയും കൂടി ശക്തിപ്പെട്ടു. 94 ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് സഖാവ് EMS തന്നെ എഴുതിയ വളരെ ശ്രദ്ധേയമായ ലേഖനമുണ്ട്. 94 ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഗുരുവായൂരിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കുറേയും കൂടി പ്രകടമായ മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെ PT കുഞ്ഞു മുഹമ്മദ് ആ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതിനുശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. അതിനുശേഷം സഖാവ് KP വത്സലൻ്റെ രക്തസാക്ഷിത്വം, തുടർന്ന് പിന്നെ സഖാവ് KV അബ്ദുൽ ഖാദർ തുടർച്ചയായിട്ടുള്ള 3 പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ വിജയം. UDF കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴും ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി വിജയിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. അതിന് പ്രധാന കാരണം ചാവക്കാടിൻ്റെയും ഗുരുവായൂരിൻ്റെയും വികസന കാര്യങ്ങളിൽ നേരത്തെ വിജയിച്ചു പോയിരുന്ന ഐക്യജനാധിപത്യ മുന്നണിയും അതിൻ്റെ നേതൃത്വവും നിസ്സംഗതയാണ് കാണിച്ചത്. മുസ്ലിം ലീഗ് ദീർഘകാലം ഗുരുവായൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. ലീഗിന് ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ നിർണായക സ്വാധീനമുണ്ടായി. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ വിജയിച്ചു വന്നിരുന്ന ഈ മണ്ഡലത്തിനോട്, ഈ പ്രദേശത്തെ ജനങ്ങളോട് തികഞ്ഞ അവഗണനയാണ് കാണിച്ചു വന്നിരുന്നത്. ഗുരുവായൂരിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവർ താല്പര്യം കാണിച്ചിരുന്നില്ല. അതിന് ഒരു മാറ്റമുണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഗുരുവായൂരിൻ്റെ പ്രതിനിധിയായി, പ്രത്യേകിച്ച് PT കുഞ്ഞു മുഹമ്മദ് MLA ആയപ്പോഴാണ് ഗുരുവായൂരിനൊരു MLA ഉണ്ടായത്. സത്യത്തിൽ ഗുരുവായൂരിനൊരു MLA ഇല്ല. അതുവരെ വിരുന്ന് വരുന്ന അതുവരെ ഒരു അതിഥി വരുമായിരുന്നു, ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിരുന്നു. എന്നാൽ PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന നടൻ പിന്നീട് അഭിനയിക്കുകയല്ലായിരുന്നു, ഇവിടെ ജീവിക്കുകയായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അവിടെ നിന്ന് കണ്ട് ഇടതുപക്ഷ മുന്നണി ജനങ്ങൾക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണല്ലോ 2 നഗരസഭകളിലും തുടർച്ചയായിട്ടുള്ള ഒരു ഭരണം ലഭിച്ചുകൊണ്ടിരുന്നത്. ഗ്രൗണ്ടിൽ തന്നെ ആ ഒരു മാറ്റം വളരെ വിസിബിളായിരുന്നു എന്ന് തോന്നുന്നു. 2021 തെരഞ്ഞെടുപ്പിലാണ് സാറ് MLA ആവുന്നത്. അതൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കാലം കൂടിയായിരുന്നു കേരളത്തിൽ. മാറ്റം എന്നത് തുടർച്ചയുടെ പേരായിട്ട് മാറുക എന്നുള്ളതായിരുന്നു. ഭരണ തുടർച്ചയുണ്ടായി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന മാറ്റം.
സത്യത്തിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഗുരുവായൂരിലെ ജനങ്ങൾ ശ്രീ എൻ കെ അക്ബറിനെ MLA ആക്കുന്നത്. അത് സത്യത്തിലൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. ഒരുപാട് പദ്ധതികൾ, ഒരുപാട് പ്രവൃത്തികൾ അങ്ങ് ഇവിടെ ചെയ്തു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ 4.5 വർഷം കഴിഞ്ഞു, നമ്മളടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. എങ്ങനെ തോന്നുന്നു? തൃപ്തനാണോ? 2021 തെരഞ്ഞെടുപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ മനഃപൂർവ്വം തള്ളാൻ വേണ്ടി കൊടുത്ത നോമിനേഷൻ പോലെയാണ് ഉണ്ടായത്. അതൊരു അന്തർധാരയുടെ ഭാഗമായിട്ടാണ് അന്ന് മനസ്സിലാക്കിയത്. പക്ഷെ അതിന് ശക്തമായൊരു പ്രതികരണമാണ് നാട്ടിലുണ്ടായത്. അന്ന് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 52% വോട്ട് കിട്ടാറില്ല. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 52% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത് ഈ സഖ്യത്തെ ഗുരുവായൂരിലെ പ്രബുദ്ധ ജനത, മതനിരപേക്ഷ ജനത തള്ളിക്കളഞ്ഞതിൻ്റെ ലക്ഷണമാണ്. പിന്നീട് രണ്ടാമതും കേരളത്തിൽ അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് നടത്തിയ വിപുലമാർന്ന വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങൾ അത് വലിയ തോതിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയും. ജനങ്ങളെ ഏൽപ്പിച്ച ആ പ്രവർത്തനങ്ങളെ വളരെ ഫലപ്രദമായി തന്നെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യമാണുള്ളത്. കാരണം ഞങ്ങൾ എല്ലാ പദ്ധതികളും MLA ഫണ്ടായാലും ബജറ്റായാലും മറ്റെല്ലാ ഫണ്ടുകളുടെയും പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഞങ്ങളത് മോണിറ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥിതി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ഒരു പ്രവർത്തനം ഉണ്ടായി. അപ്പോൾ അത് ഇവിടെ നടത്തുകയും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച്, ഓഫീസ് കേന്ദ്രീകരിച്ച് അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് AS, അതിൻ്റെ TS, അതിൻ്റെ മറ്റു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തും അതിൻ്റെ ഒരു ഇടപെടൽ. അങ്ങനെ ആ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി തുടങ്ങി വെച്ച അല്ലെങ്കിൽ ബജറ്റിലുണ്ടായിരുന്ന പദ്ധതികൾ അത് പരമാവധി സമയബന്ധിതമായൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനമാണുള്ളത്. ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് അതെ മുന്നോട്ട് പോകുന്നത്. ഈ ആദ്യമായിട്ട് MLA ആയതിൻ്റെ ദിവസങ്ങളിൽ സഭയ്ക്കകത്തൊരു ഒരു ചെറിയൊരു നേരമ്പോക്ക് തമാശ പോലത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിട്ട് ഓർക്കുന്നു. അതൊരു റൂളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒന്നായിരുന്നു. പക്ഷേ അതിനെ കടത്തി വെട്ടിക്കൊണ്ട് പിന്നീട് സ്പീക്കറുടെ തന്നെ പ്രത്യേക പരാമർശം MLAക്ക് കിട്ടുകയുണ്ടായി. അതൊരു നിയമസഭയുടെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടാണ്. അതെന്താണെന്നൊന്ന് പറയാമോ? അതായത് സാധാരണ ഈ നിയമസഭയുടെ ഒരു കോഴ്സുണ്ട്, കേലാംസ് എന്ന് പറയും. ഈ കേലാംസ് എന്ന് പറയുന്ന നിയമസഭ സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റ് നടത്തുന്നൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണത്. അത് നമുക്ക് നിയമസഭാ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഒരു ബില്ല് നമ്മൾക്ക് അവതരിപ്പിക്കേണ്ടത്, ബില്ല് എങ്ങനെയാണ് പാസ്സാകുന്നത്, അതിനുശേഷം അതിൻ്റെ ചട്ടം എങ്ങനെ വരുന്നു, റൂൾ എങ്ങനെ വരുന്നു, സഭാ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഇതിനൊക്കെ സംബന്ധിച്ച് ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് നമ്മുടെ നിയമസഭയുടെ ചരിത്രം, ഭരണഘടനയെ സംബന്ധിച്ച് ഒക്കെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൽ നമ്മൾ ചേർന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു MLA അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യുന്നു. അതൊരു പ്രത്യേക പരാമർശം ഉണ്ടായി. അതെ. ആ കോഴ്സിൽ നമ്മൾ ചേർന്നു. ആ കോഴ്സിൻ്റെ പരീക്ഷ നമ്മൾ എഴുതി, പരീക്ഷയിൽ വിജയിച്ചു. പിന്നെ അതിന് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇന്ന് കേരളത്തിൽ ദൃശ്യമായിട്ടുള്ള ഏറ്റവും വലിയ വികസന മാറ്റം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ദേശീയപാതയുടെ വികസനമാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലം എന്ന് നമ്മൾ പറയുമ്പോഴും അത് ദേശീയപാതയിൽ നിന്ന് കുറച്ച് വിട്ടുമാറി നിൽക്കുകയാണെങ്കിലും നിയോജക മണ്ഡലത്തിനകത്ത് പല പഞ്ചായത്തുകളും, പ്രധാനപ്പെട്ട എല്ലാ പഞ്ചായത്തുകളും വരുന്നത് ദേശീയപാതയുടെ 2 വശങ്ങളിലുമായിട്ടാണ്. അപ്പോൾ ദേശീയപാത അതിൻ്റെ മുഴുവൻ പ്രവർത്തനക്ഷമതയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും നിയോജക മണ്ഡലത്തിന് ലഭിക്കത്തക്ക രീതിയിൽ
എന്ത് തരത്തിലുള്ള പരിവർത്തനത്തിനാണ് ഇനി ഗുരുവായൂർ, ചാവക്കാട്, അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഇനി വരാനിരിക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്? ദേശീയപാതയിലേക്ക് കടക്കണമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, നേരത്തെ ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി തുറന്ന ആപ്പീസ് അടച്ചുപൂട്ടിപ്പോയി. കാരണം സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തൊന്നും ഉണ്ടായില്ല. ഒന്നാം പിണറായി ഗവൺമെൻറ്റാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും വലിയ രീതിയിൽ തന്നെ ആളുകൾക്കുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ആ സ്ഥലമെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാക്കി അതിവേഗതയിൽ നിർമ്മാണം നടന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഗർഡറും കൂടി ചേറ്റുവ പാലത്തിൽ അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിർമ്മാണങ്ങൾ ഏതാണ്ട് ഒരു 85% കഴിയും. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ഫുട് ഓവർ ബ്രിഡ്ജുകൾ ചിലയിടത്ത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇതിൻ്റെ ഒപ്പം തന്നെ സമാന്തരമായി തീരദേശ ഹൈവേയും കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതുകൂടി വരുമ്പോൾ വലിയ രീതിയിൽ നമ്മളൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ, ഒന്ന്, ദേശീയപാതയിൽ നിന്ന് നമ്മുടെ അതിവേഗതയിൽ നമുക്കിപ്പോൾ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ കഴിയും. അത് മറ്റൊരു വലിയ സാഹചര്യം. നമ്മളൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ഇപ്പോൾ ചാവക്കാട് പ്രദേശത്തെ മുരിങ്ങക്കായ, കൂർക്ക ഉൾപ്പെടെ ഇനി എക്സ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ചീപ്പായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ഈ കപ്പൽ സംവിധാനം അതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. നേരത്തെ അതൊക്കെ നമുക്ക് വിമാനം വഴിയാണ് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കപ്പൽ വഴി ചരക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ കഴിയുന്ന രീതിയിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാന ഗുണമാണ്. മറ്റൊന്ന്, നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്ന്, ഒന്ന്, നമുക്ക് ഇപ്പോൾ ചാവക്കാട് പട്ടണത്തിൽ ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ വരുന്നുണ്ട്. അവിടെ ടൗണിലേക്കുള്ള നമ്മുടെ റോഡുകളുടെ വൈഡനിങ് വരികയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈപ്പാസ്, അതായത് വടക്കേ ബൈപ്പാസ് മുതൽ ഏതാണ്ട് നമ്മുടെ കോട്ടപ്പടി വരെ വരുന്ന സ്ഥലങ്ങളിൽ ഒരു വേണ്ടത്ര റോഡ് വൈഡനിങ് അല്ല. ആ റോഡ് വൈഡൻ ചെയ്യാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നമ്മുടെ ചെറുതുരുത്തി ബൈപ്പാസ് ഉണ്ട്, അതുവരെയുള്ള രീതിയിലേക്കുള്ള ഒരു വലിയ റോഡിൻ്റെ വികസനം വരികയാണ്. അപ്പോൾ അവിടെ വിമാനം ഇറങ്ങുന്ന ആൾക്കാർ, കൊച്ചി എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്ന ആളുകൾക്ക് നമ്മുടെ ഈ പറഞ്ഞ റോഡ് വഴി അങ്ങോട്ട് പോകാൻ കഴിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ആക്സസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് ചാവക്കാട് ടൗണിലൂടെ പോകുന്നതിന് പകരം ബൈപ്പാസ് വഴി അതിൻ്റെ ഒരു വൈഡനിങ് ആണ് ഇപ്പോൾ നമ്മൾ പ്രപ്പോസലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ റോഡ് വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി വരുന്നു. അത് വാഹനങ്ങളുടെ ഒരു ഗതാഗതക്കുരുക്കിന് പരിഹാരം ഉണ്ടാകും. മറ്റൊന്ന്, ഈ ഏറ്റവും എളുപ്പത്തിൽ ഈ ബൈപ്പാസ് ദേശീയപാത വരുന്നതോടുകൂടി വടക്കൻ ഭാഗത്തു നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായി മമ്മിയൂർ സെൻറ്റർ വലിയ ഒരു ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്. ആ ട്രാഫിക്കിൻ്റെ ജാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മമ്മിയൂരിലെ ഫ്ലൈ ഓവർ. അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്. ആ ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള ബജറ്റ് ഫണ്ട് നമുക്ക് ലഭിക്കുന്ന മുറക്ക് ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി അതിലും ഗതാഗതക്കുരുക്കിന് വലിയൊരു അളവിൽ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ചിങ്ങനാത്ത് കടവിലെ പാലമാണ്. ചിങ്ങനാത്ത് കടവിലെ ഗതാഗതയോഗ്യമായ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സ്ഥലമെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു. സ്ഥലമെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കടന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞാൽ ചാവക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലേക്കുള്ള ആക്സസ് വർദ്ധിക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് നമ്മുടെ തീരദേശ മേഖലയിലേക്കും, കോഴിക്കോട് അങ്ങനെയുള്ള മേഖലയിലേക്കൊക്കെ, വടക്കൻ കേരളത്തിലേക്കും ഒക്കെ പോകാൻ കഴിയാവുന്ന രീതിയിൽ, എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവും. ഇതുപോലെ തന്നെ പഞ്ചാരമുക്കിൽ നിന്ന് ചക്കംകണ്ടം വഴി കുണ്ടുവക്കടവ് പാലം ഇറങ്ങി എറണാകുളം റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ അവിടെ ഈ കുണ്ടുവക്കടവ് കൊടുത്ത് സ്ഥലമെടുപ്പിന് വേണ്ടിയുള്ള നടപടികൾ ഒരു ചെറിയ ഭാഗമാണെങ്കിലും, അപ്പോൾ ഇങ്ങനെ ചാവക്കാട് പട്ടണത്തിലെ വീർപ്പ് മുട്ടുന്ന ഗതാഗതക്കുരുക്ക് അത് ഇപ്പോൾ ദേശീയപാത വരുന്നതോട് വലിയ അളവിൽ പരിഹരിക്കപ്പെടും. ഇത് വരുന്നതോടുകൂടി പൂർണ്ണമായും നമ്മുടെ ഗതാഗതക്കുരുക്ക് എന്ന് പറയുന്ന പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നത്. നമ്മളുടെ ചാവക്കാട് MRൻ്റെ സ്കൂൾ മുതൽ ആര്യഭട്ട കോളേജ് വരെയുള്ള പ്രദേശം, അതിനിടയിൽ ചാവക്കാട് ഹൈസ്കൂൾ വരുന്നു, ശ്രീകൃഷ്ണ ഹൈസ്കൂൾ വരുന്നു. ഈ പ്രൈം ടൈമിൽ ഇവിടെ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിനെ കുറിച്ച് ആളുകൾ വളരെയധികം പറയുന്ന ഒരു സമയം കൂടിയാണിത്. ഒരുപക്ഷെ ഈ ഒരു പാലത്തിൻ്റെ ഒരു സൊല്യൂഷനിലൂടെ നമുക്കതൊക്കെ മറികടക്കാൻ കഴിയുന്നതായിരുന്നു. തീർച്ചയായും നമ്മുടെ ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്,
റോഡ് വൈഡനിങ് വരുന്നു. മറ്റൊന്ന് റോഡുകളിലേക്ക് കൂടുതൽ മേഖലകളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ വരുന്നു. അതിൻ്റെ ഭാഗമായി ഈ കുരുക്ക് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിയും. ഓക്കെ. ഈ കേരളത്തിന് നമുക്കൊരു വികസന മാതൃക എപ്പോഴും വളരെയധികം ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഭൂപരിഷ്കരണം, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, അതായത് നഗരാസൂത്രണവും ഗതാഗത നയങ്ങളും അത്രയധികം നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. യഥാർത്ഥത്തിൽ ചാവക്കാട് നഗരത്തിന് അത്തരത്തിലുള്ളൊരു നഗരാസൂത്രണത്തിൻ്റെ ആവശ്യകതയില്ലേ? ഇപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ പുതിയൊരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അതൊരു നല്ല നിലവാരത്തിലുള്ള ബസ് സ്റ്റാൻഡാണ്. അതേപോലെ KSRTCയുടെ ബസ് സ്റ്റാൻഡിൻ്റെ ടെർമിനലിൻ്റെ പണി MLAയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെയും ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 പദ്ധതികൾ കൂടെ ഓപ്പറേഷനിലാവുമ്പോൾ ഗുരുവായൂർ ചാവക്കാട് പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതത്തിൻ്റെ സാധ്യതകളിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരുമെന്നാണ് കരുതുന്നത്? ചാവക്കാട് നഗരസഭയ്ക്ക് നേരത്തെ തന്നെ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കിയിട്ടുണ്ട്. MLA തന്നെ ചെയർമാൻ. പിന്നെ നമ്മൾ ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്നെ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചാവക്കാട് ടൗൺ പ്രദേശങ്ങളൊക്കെ കമേഴ്ഷ്യൽ ഏരിയയാണ്. കമേഴ്ഷ്യൽ ഏരിയയായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വേറെ ആരൊക്കെ എന്തൊക്കെയോ ഒരു പ്രചരണം നടത്തിയിരുന്നു, ഇവിടെ കെട്ടിടം ഉണ്ടാക്കാൻ തടസ്സമാണ്, അതിനൊക്കെ ഇവിടെ തടസ്സം നിൽക്കുന്നു, യാഥാസ്ഥിതികമായ നിലപാടെന്നൊക്കെ. അത് ഒരു കാര്യങ്ങൾ ലഘൂകരിച്ച് പറയുക, പൈങ്കിളിവൽക്കരിച്ച് പറയലാണ്. ചാവക്കാട് പട്ടണം പൂർണ്ണമായും മാസ്റ്റർ പ്ലാൻ പാസ്സാക്കപ്പെട്ടതിനോട് തുടർന്ന് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതിന് മാസ്റ്റർ പ്ലാൻ നേരത്തെ പാസ്സാക്കിയിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കാം. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരിലും ഇതുപോലെ തന്നെ അതിൻ്റെ മാസ്റ്റർ പ്ലാനിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതും ഏതാണ്ട് പൂർണ്ണതയിലായിട്ടുണ്ട്. നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തി MLAയുടെ കാലഘട്ടത്തിൽ നടന്നതാണ് ഗുരുവായൂരിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിക്കളഞ്ഞ ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം. യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു റൂട്ടിലൂടെ ഒരു റെയിൽവേ ലൈൻ പോകുമ്പോൾ അതിൻ്റെ അവിടെ ഒരു മേൽപ്പാലം കണക്ടിവിറ്റി ഉണ്ടാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ റെയിൽവേ അതിക്കണ്ട കാലമായിട്ടും അത് നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഇപ്പോൾ MLAയുടെ ഈ ഒരു ടേമിലാണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും മറ്റും. ഇത് ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു പഴക്കം എത്രയുണ്ട്? ഏതൊരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇത് ജനങ്ങളുടെ ആവശ്യം ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കാമെന്നുള്ളൊരു ആലോചനയിലേക്ക് എത്തുന്നത്? അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം. കാരണം കേരളത്തിൻ്റെ ഒരുപാട് അപകട മരണങ്ങൾ, ഈ ആംബുലൻസുകളൊക്കെ രോഗികളുമായി വന്ന് ലെവൽ ക്രോസിൽ കുടുങ്ങി രോഗികൾ മരിച്ച ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതോട് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ലെവൽ ക്രോസ് പാടില്ല. കേന്ദ്ര ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ ഈ ലെവൽ ക്രോസൊക്കെ ഒഴിവാക്കേണ്ടത് റെയിൽവേയുടെ ചുമതലയാണ്. പക്ഷേ റെയിൽവേ പൊതുവെ കേരളത്തോട് കാണിക്കുന്നൊരു അവഗണന ഇതിലും കാണിച്ചു. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് കാര്യം തീരുമാനിച്ചു, എല്ലാ ലെവൽ ക്രോസുകളിലും മേൽപ്പാലം പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി RBDCയെ പ്രത്യേകം ചുമതലപ്പെടുത്തി. പക്ഷേ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഒരു സ്പീഡപ്പിൽ കുറവ് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളതിൽ ശക്തമായി ഇടപെടുകയും മോണിറ്റർ നടത്തുകയും അതിനുമുണ്ടായിരുന്ന ഒരുപാട് നൂലാമാലകളുണ്ട്. ചിലപ്പോൾ ചെന്നൈയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചെന്നൈയിൽ പോയി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് സദേൺ റെയിൽവേ. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അനുമതിക്ക് വേണ്ടിയുള്ള നടപടികൾ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നമ്മൾ ശക്തമായ രീതിയിൽ റെയിൽവേയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായത്തോടെ നമുക്ക് അതിൽ നന്നായി ഇടപെടാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ. ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാ മാസവുമാണ് യോഗം കൂടിയതെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു അന്തിമഘട്ടമായപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും യോഗം കൂടാൻ തുടങ്ങി. വളരെ ചാരിതാർത്ഥ്യമാണ്, വളരെ അഭിമാനമാണ്. നമ്മുടെ ഈ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞ മികച്ച പ്രോജക്റ്റുകളിൽ ഒന്നായി റെയിൽവേ മേൽപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചതിനെ കാണുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത്. വളരെ വളരെ കാലങ്ങളായിട്ടുള്ളൊരു ഗുരുവായൂരിൻ്റെ ഒരു ആവശ്യമാണത്. ഏതാണ്ട് ഒരു 90കളുടെ അവസാനത്തിലൊക്കെ ഈ ചർച്ചകൾ വന്നിട്ടുള്ളൊരു ഓർമ്മ. അതെ 25 വർഷം എടുത്തു അത്. റെയിൽവേ തുടങ്ങി അന്ന് മുതലുള്ള മുറവിളിയാണ് മേൽപ്പാലത്തിന് വേണ്ടി. മേൽപ്പാലം കരുണാകരൻ്റെയൊക്കെ ഒരു സമയത്ത് മുതലേ കേൾക്കാറുള്ളൊരു സാധനമാണ്. അതോടൊപ്പം ഇതിൻ്റെ ഫണ്ടിങ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫണ്ടിങ് കണ്ടെത്തിയത്? പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണല്ലോ നിർമ്മിച്ചത്. അതുകൊണ്ടാണല്ലോ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെ ടോള് പിരിക്കണില്ലല്ലോ. അതെ, മറ്റെല്ലാത്തിനും ടോളുണ്ടല്ലോ.
സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടായതുകൊണ്ട് അതിന് ടോളുമില്ല, ടോളുമില്ല. ഒരു ടോൾ പിരിവില്ലാണ്ടല്ലേ നടക്കുന്നത്. ഈ ഗുരുവായൂരത്തെ തീർത്ഥാടകർക്ക് ഇപ്പോൾ ഗുരുവായൂർ നഗരത്തിൽ വരുത്തിയിട്ടുള്ള ക്ഷേത്ര നഗരിയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ കുറേ ദേവസ്വത്തിൻ്റെയാണ് ചെയ്തിട്ടുള്ളത്. കുറേയധികം ഇപ്പോൾ എം എൽ എ ആകുന്ന ഇലക്ഷനിൽ ഗുരുവായൂരിലെ ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥ, ഇതൊന്നും ശരിയാവില്ല, ഇങ്ങനെ 5 വർഷം ഭരിച്ച് നാശാക്കിയിട്ടു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ നേർ വിപരീത കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചുകൂടെ ആസൂത്രിതമായിട്ടുള്ളൊരു ക്ഷേത്ര നഗരിയാണ്. ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ മേൽപ്പാലം വന്നതോടുകൂടിയും അതുപോലെ ദേശീയപാത വന്നതോടുകൂടിയും കണക്ടിവിറ്റിയൊക്കെ കൊടുക്കുന്നു. എങ്ങനെയാണ് ഗുരുവായൂരിൻ്റെ ഒരു ക്ഷേത്ര നഗരി തീർത്ഥാടകരുടെ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കഴിഞ്ഞൊരു 5 വർഷക്കാലം എടുത്തിട്ടുള്ള എഫേർട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് അതിൽ ഏറ്റവും ആദ്യം ഈ 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഗുരുവായൂരിലെ നമ്മുടെ ഇന്നർ റൗണ്ട് റോഡ്, റിംഗ് റോഡ്, ആ റോഡ് പൂർണ്ണമായും നമ്മുടെ തകർന്നു കിടക്കുകയായിരുന്നു. അതെ, അത് ഈ അഴുക്കുചാൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് തകർന്നു കിടക്കുകയായിരുന്നു. വലിയ കുഴികളുണ്ടായിരുന്നു, മാൻഹോളുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സംസ്ഥാന സർക്കാർ ഉന്നതരായ ഒരു ടീമിനെ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സമയബന്ധിതമായി അതിൻ്റെ വർക്ക് പൂർത്തിയാക്കി. സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തിയാക്കി അഴുക്കുചാൽ പദ്ധതി നമുക്ക് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. മുൻ MLA ശ്രീ KV അബ്ദുൽ ഖാദർ അദ്ദേഹം ഈ റോഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച തുകയുണ്ടായിരുന്നു. എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ 5 കോടിയോളം രൂപ. ആ തുക ഉപയോഗപ്പെടുത്തി നമുക്ക് ആ റോഡ് BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ അത് പണി പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. അതൊരു വലിയ ആശ്വാസം. മറ്റേത് ഗുരുവായൂരിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്കുണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ കഴിയും. പിന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കുടിവെള്ളം, കരുവന്നൂരിൽ നിന്ന് വരുന്ന കുടിവെള്ളം ഈ ഗുരുവായൂർ നഗരസഭയുടെ തന്നെ പഴയ പൂക്കോട് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിച്ചിരുന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക് ഉണ്ടായിരുന്നത്. പൈപ്പുകളെല്ലാം കൊണ്ടുവന്ന് റോഡ് സൈഡിൽ ഇടുകയായിരുന്നു. റോഡ് പൊളിച്ചിട്ട് വേണം പൈപ്പ് ഇടാൻ. അപ്പോൾ അതെങ്ങനെ പൊളിക്കും, അത് പൊളിച്ചാൽ ജനങ്ങളുടെ എതിർപ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സമയബന്ധിതമായി നമ്മൾ റോഡ് പൊളിച്ചു, പൈപ്പ് ഇട്ടു, ആ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തി ആളുകൾക്കെല്ലാം സുലഭമായി കുടിവെള്ളം കിട്ടാൻ കഴിയാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. അതും ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണെന്നാണ് ഞങ്ങൾ കാണുന്നത്. സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ സഹായം അതിലുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ഗുരുവായൂരിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളെ കൂടെ കവർ ചെയ്തുകൊണ്ട് ഒരു ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ചക്കംകണ്ടം കേന്ദ്രീകരിച്ച് നമ്മളതിനെക്കുറിച്ചുള്ളൊരു ഏതുവരെയായി അതിനെക്കുറിച്ചുള്ള ആലോചനകൾ എന്നൊന്ന് പറയാമോ? ഗുരുവായൂരിൽ നമ്മൾ പിൽഗ്രീം ടൂറിസത്തിന് ഒരു നല്ല സാധ്യതയുള്ള ഒന്നാണ്. ഗുരുവായൂരിലെ ആനക്കോട്ട, നമ്മുടെ ചാവക്കാട് ബീച്ച്, പിന്നെ പാലൂർ പള്ളി, അതുപോലെ മണത്തല മോസ്ക്, വിശ്വനാഥ ക്ഷേത്രം, പിന്നെ ഗുരുവായൂരിൻ്റെ ഒരുപാട് മനോഹാരിതമാർന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അവരൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ യാത്രയും നടത്തിയിരുന്നു ആ പ്രവർത്തനങ്ങൾ. അപ്പോൾ നല്ല സാധ്യതയുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ചക്കംകണ്ടത്തേക്ക് വരുന്ന മാലിന്യങ്ങളെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിടുന്നതെന്ന് ധരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതിൻ്റെ ഒരു വിശദാംശം ഒന്ന് പറയാമോ? അതായത് പ്ലാനുകൾ. ചക്കംകണ്ടം പദ്ധതി എന്ന് പറഞ്ഞാൽ 70കളിലെ പദ്ധതിയാണ്. അതെ, 70കളിൽ അന്നത്തെ ഗുരുവായൂരിന് അനുസരിച്ചിട്ടുള്ള ഒരു പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ വർക്കാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടേത് ട്രീറ്റ് ചെയ്ത്, മാലിന്യം ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആളുകൾക്ക് പ്രയാസങ്ങളൊന്നുമില്ല. മറിച്ച് ഇപ്പോൾ പുതിയതായി വികസിച്ച ഗുരുവായൂരിൻ്റെ എല്ലാ മാലിന്യവും കൈകാര്യം ചെയ്യാൻ കഴിയാവുന്നതിന് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പോരാ. അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മാറ്റി വലിയ പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അമൃത് 2 അത്തരമൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചരണമൊക്കെ തെറ്റായ പ്രചരണമാണ്. മാലിന്യം കൊണ്ടുവന്ന് ചക്കംകണ്ടത്ത് തള്ളുന്നു എന്നുള്ളത് ഒരു തെറ്റായ പ്രചരണമാണ്. ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ഉപയോഗപ്പെടുത്തി മറ്റ് ഈ
മാലിന്യത്തിൽ നിന്ന് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നമ്മുടെ മലബാറിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്ന പഴയ പൊന്നാനി താലൂക്കിൻ്റെ ഭാഗമാണ് ചാവക്കാട്, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാവക്കാട്. അതിൻ്റെ ഒരു അതിർത്തികൾ റവന്യൂ രേഖകളിൽ പണ്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ചോലൂർ പടിയിലേക്ക് പോകുന്ന പാലം ഒക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അന്ന് മുതൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് പൊന്നാനി റൂട്ടിലേക്ക് പോകുന്ന അണ്ടത്തോട് വരെയുള്ള പ്രദേശത്തെ ആളുകൾ, ഇപ്പുറത്തേക്കും നമ്മുടെ വടക്കേക്കാട് പ്രദേശം വരെയുള്ള ആളുകൾ, ഈ ആളുകൾക്കെല്ലാം കൂടി ഒരു താലൂക്ക് ആശുപത്രി എന്ന് പറയാവുന്ന വലിയ സുസജ്ജമായിട്ടുള്ള സാധാരണക്കാർക്ക് എത്തിച്ചേരാവുന്ന രീതിയിലുള്ള ഒരു താലൂക്ക് ആശുപത്രി, അതല്ലാതെയുള്ള സർക്കാർ ആശുപത്രികൾ കുറവാണ് ഇവിടെ. 120 വർഷത്തോളം പഴക്കമുണ്ട് നമ്മളുടെ താലൂക്ക് ആശുപത്രിക്ക് എന്നാണ് ഞാൻ സാമാന്യേന മനസ്സിലാക്കുന്നത്. എപ്പോഴുള്ളൊരു ഓർമ്മ നമ്മുടെ ആശുപത്രി കടവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് MLA തന്നെ നഗരസഭാ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് വന്നിട്ടുള്ള മാറ്റം വിസ്മയകരമാണ്. അത് ഏത് എതിരാളിയും സമ്മതിച്ചേ മതിയാവും. തീർച്ചയായിട്ടും. കാരണം മുനിസിപ്പാലിറ്റി ഇടതുപക്ഷ മുന്നണിയുടെ കൈവശം വന്നതിന് ശേഷം, ജനകീയ ആസൂത്രണ പദ്ധതി വന്നതിന് ശേഷം പതുക്കെ പതുക്കെ ആശുപത്രിയിലെ ഓരോ അടിസ്ഥാന പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ഉള്ള ഒരു താലൂക്ക് ആശുപത്രിയാണ് നമ്മുടെ. ഇപ്പോൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാവക്കാട് ആശുപത്രിയിലെ OP സംവിധാനങ്ങൾ കുറേയും കൂടി മികച്ച നിലവാരത്തിൽ വന്നിരിക്കുകയാണ്. ഓൺലൈനായി ആൾക്കാർ വരി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ കുറേയും കൂടി നവീകരിക്കപ്പെട്ടു. അവിടുത്തെ ലാബ് സംവിധാനം കുറേയും കൂടി മെച്ചപ്പെട്ടതായി. ഇതിന് പുറമെ പിന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം സംവിധാനങ്ങൾ അത് കുറേയും കൂടി നവീകരിക്കപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ 1.5 കോടി രൂപയുടെ ഒരു പുതിയ കാഷ്വാലിറ്റി ബ്ലോക്ക്, അതിൻ്റെ നിർമ്മാണം അതിവേഗതയിലാണ് പുരോഗമിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ആ പണിയും കൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി താലൂക്ക് ആശുപത്രിയുടെ രംഗത്ത് നല്ല മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് ആശുപത്രിയിലേക്ക് വേണ്ടത് ഒരു സ്പെഷ്യാലിറ്റി, ചില മേഖലയിലെ സ്പെഷ്യാലിറ്റി ഉള്ള ഡോക്ടർമാരുടെ സേവനം നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് നെഫ്രോളജിസ്റ്റൊക്കെ നമുക്ക് വേണ്ടതാണ്. അത്തരം സംവിധാനങ്ങൾ കൂടി വരുന്നതോടുകൂടി, ഈ കാഷ്വാലിറ്റി ബ്ലോക്കൊക്കെ വരുന്നതോടുകൂടി തന്നെ പുതിയ ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും ഒക്കെ സഹായം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ചാവക്കാട് നഗരസഭ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് ഇനി കൂടുതൽ സ്ഥലം വേണ്ടി വരികയാണ്. മറ്റേത് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലൊക്കെ ഞങ്ങളൊക്കെ യുവജന സംഘടനയുടെ ഭാരവാഹികളായിരിക്കുമ്പോൾ അവിടെ നടത്തിയിരുന്നൊരു പ്രധാന പണി ആശുപത്രി പറമ്പിൽ കൃഷി നടത്തലായിരുന്നു. അത്ര വിശാലമായ പറമ്പുണ്ടായിരുന്നു ആശുപത്രിയിൽ. ഇപ്പോൾ ആ വിശാലമായ സ്ഥലത്തൊക്കെ കെട്ടിടം വന്നു. ഇനി പുതിയ കെട്ടിടങ്ങൾ പണിയാൻ കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചാണ് ഇനി ചാവക്കാട് ആശുപത്രിയുടെ സംവിധാനത്തിൽ ആലോചിക്കേണ്ടത്. നല്ല മാറ്റവും നല്ല തിരക്കും ചാവക്കാട് ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ട്. നല്ല ഒരു ടീം വർക്ക് ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. നഗരസഭയും ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും ജനപ്രതിനിധികളും എല്ലാം കൂടി നല്ല ജനങ്ങളുടെ ഒരുപാട് സഹായം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു സംഘടനയുടെ 10-15 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു അനലൈസർ, അത് 20 മിനിറ്റ് കൊണ്ട് എല്ലാ പരിശോധന നടത്തിയ റിസൾട്ട് കിട്ടും. അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം എനിക്ക് കൗതുകകരമായി തോന്നിയൊരു കാര്യം, കേരളത്തിലെ ഒരു താലൂക്ക് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടക്കുന്നത്. അത് ചാവക്കാട് താലൂക്ക് ആശുപത്രിക്ക് അവകാശപ്പെട്ട ഒരു റെക്കോർഡാണ്. തീർച്ചയായിട്ടും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ആ ഓപ്പറേഷന് ലക്ഷക്കണക്കിന് ഉറുപ്പിക വരും. അതെ, ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പിക വരുന്നതാണ്. അത് സൗജന്യമായിട്ട് അവിടെ നടക്കുകയാണ്. അതെ. പക്ഷെ അതൊന്നും വേണ്ടത്ര മാധ്യമ ശ്രദ്ധ വരുന്നില്ല. നെഗറ്റീവ് വാർത്തകളാണ് നമുക്കിഷ്ടം. അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, വളരെ റിസ്ക് പിടിച്ച സർജറികളും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡോക്ടർമാരും അവിടുത്തെ ടീമും നന്നായി ചെയ്യുന്നു. നമ്മളുടെ ആരോഗ്യ വകുപ്പ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം വേണ്ടത്ര ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് ലഭ്യമാകുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഒരു വിമർശനം നിലനിൽക്കുന്നുണ്ട്.
യഥാർത്ഥത്തിൽ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ തിരക്കുകൾ ഉണ്ടാവുകയും അതിന് നേർ വിപരീതമായിട്ട് നമ്മുടെ CHCകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ഫാമിലി ഹെൽത്ത് സെൻ്ററുകളും അത്ര തന്നെ തിരക്കുകളില്ലാതെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലൊരു വലിയ വൈരുദ്ധ്യം MLAക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതെന്താ വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ജനങ്ങളെ ഒന്ന് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട് നമുക്ക്. ഇതിന് പുറമെ ഇപ്പോൾ ചാവക്കാട് നഗരസഭയിൽ തന്നെ ചാവക്കാട് പുത്തൻ കടപ്പുറത്ത് ഒരു നഗര ഉപകേന്ദ്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും ഡോക്ടറുണ്ട്, ഒരു സ്റ്റാഫുണ്ട്, മരുന്നുണ്ട്. തെക്കൻ പാലയൂരിലും ഇതുപോലെ എല്ലാ ദിവസവും ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, സ്റ്റാഫുണ്ട്. സാധാരണ ഇപ്പോൾ നമുക്കൊരു പനി, ചുമ അങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങൾക്ക് നമ്മുടെ ആളുകൾക്ക് ഈ ആശുപത്രി ഉപകേന്ദ്രങ്ങളിൽ സമീപിക്കാം. ഇവിടെ വേണ്ടത്ര തിരക്കില്ല. ആ സൗകര്യങ്ങൾ വേണ്ടത്ര ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലെ സേവനം, ഡോക്ടർമാരുടെ സേവനം വൈകിട്ട് 5 മണി വരെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും 5 മണി വരെയുണ്ട് ഉപകേന്ദ്രങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ. എന്നാൽ അത് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ OP എന്ന് പറഞ്ഞാൽ ഉച്ചവരെയാണ്. എന്നാൽ ആളുകൾ പലരും ഉച്ചയ്ക്ക് ശേഷവും വരികയാണ്. ഉച്ചയ്ക്ക് ശേഷം വന്ന് നീണ്ട ക്യൂ ആണ്. നീണ്ട ക്യൂ വന്നിട്ട് ഇവിടെ ഡോക്ടർമാരില്ല, ഇവിടെ ഡോക്ടർമാരില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ OP അവസാനിച്ചു. പിന്നെ അവിടെയുള്ളത് കാഷ്വാലിറ്റിയാണ്. അസാധാരണ അപകടങ്ങൾ ആകസ്മികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ ഭാഗമായി വരുന്ന ആളുകളെ പരിശോധിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെയാണ് എല്ലാ താലൂക്ക് ആശുപത്രിയിലും കൊടുക്കുകയുള്ളൂ. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ സീസൺ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ അഡീഷണലായിട്ട് ഡോക്ടർമാരെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിപ്പിച്ച് അവിടെ കൊടുക്കും. അവർ സേവനം കൊടുക്കുന്നുണ്ട്. പിന്നെ HMCയുടെ ഫണ്ട് ചിലപ്പോൾ കൊടുക്കും. എന്നല്ലാതെ മറ്റ് സാധാരണ OP സമയത്തൊക്കെ ആവശ്യത്തിന് ഡോക്ടർമാർ അവിടെ ഉണ്ട്. അത് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. എനിക്ക് അടുത്തൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വികസന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ കോടതി സമുച്ചയത്തിൽ പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പുതിയ കോർട്ട് കോംപ്ലക്സ് വരുന്നു. കേരളത്തിലെ കോടതികളിലെ ഏറ്റവും പഴക്കം ചെന്ന കോടതികളിലൊന്നാണ് നമ്മുടെ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കോടതി സമുച്ചയത്തിനകത്ത് നടത്തുന്ന ഇടപെടലുകൾ, അത് ഇപ്പോൾ എന്താ പറയുക, പുതിയ കെട്ടിടങ്ങളുടെ കാര്യത്തിലായാലും അത്തരം സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുള്ളതെന്നൊന്ന് പറയാമോ? ഇപ്പോൾ നമ്മുടെ ചാവക്കാട് കോടതിയിൽ പോയ ആളുകൾക്കറിയാം, വലിയ തിരക്കാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഒരു കേസ് അവിടെ നിന്ന് കേസിൻ്റെ നമ്പർ, ആളുടെ പേര് വിളിച്ചാൽ പോലും പുറത്തുള്ള ആൾക്കാർക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു സൗകര്യങ്ങളുമില്ല. വക്കീലന്മാരും കോടതി സ്റ്റാഫും കക്ഷികളും അതുപോലെ തന്നെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്ന ഒരു കുടുസുമുറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ്. ഈ പരിഹാരം കാണുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പുതിയ കോടതി സമുച്ചയം ആ ഒരു ആലോചനയിലേക്ക് വന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി നമുക്ക് കോടതി സമുച്ചയത്തിന് ഫണ്ട് അനുവദിച്ച് കിട്ടി. ആ ഫണ്ട് അനുവദിച്ച് കിട്ടിയതിനെ തുടർന്ന് അതിൻ്റെ നിർമ്മാണങ്ങൾ അതിവേഗതയിലാണ്. ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് പറയാം. ഇനി ആകെ ഒരു 6 ഉണ്ട് ഇലക്ട്രിഫിക്കേഷൻ്റെ. അതുകൂടി കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടുകൂടി അത് നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയും. ഫർണിച്ചർ സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്സോ കോടതി വർക്ക് ചെയ്യുന്നത് നഗരസഭ വാടക കെട്ടിടത്തിലാണ്. നഗരസഭയുടെ വായനശാലയുടെ മുകളിൽ ആണ് പോക്സോ കോടതി വർക്ക് ചെയ്യുന്നത്. അതുമാതിരി ചാവക്കാട് ഇനി ഈ വലിയ കോടതി സമുച്ചയം വന്നു കഴിഞ്ഞാൽ MACT, ഫാമിലി കോർട്ട് ഉൾപ്പെടെയുള്ള പല കോടതികളും ഇനി ചാവക്കാട്ടേക്ക് വരും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലശ്ശേരി കോടതിയുടെ അത്ര പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ചാവക്കാട് കോടതിയുടെ ചരിത്രം 125 വർഷക്കാലത്തെ പഴക്കമുള്ള കോടതിയാണ്. ഇപ്പോഴാണ് കോടതിയിലൊരു വികസനം നടക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, ഇത്ര കൊല്ലത്തിന് ശേഷം ചാവക്കാട് കോടതിയിലൊരു പുതിയ കെട്ടിടം, ഇത്രയും മനോഹരമായ ഇത്ര വിപുലമാർന്നൊരു കെട്ടിടത്തെ കുറിച്ചുള്ള ആലോചനയും നിർമ്മാണമൊക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. അതിന് മുന്നിൽ തന്നെ മനോഹരമായ ഒരു അവിടുത്തെ മഴവെള്ളമൊക്കെ സംഭരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു നല്ല കുളവും ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആഹാരത്തിനും മറ്റു കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാരണം ധാരാളം യുവാക്കൾ തന്നെ ഒരു 30 വയസ്സോടുകൂടെ തന്നെ വലിയ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഒരു പുതിയ ഇൻ്റർവെൻഷൻ, അതിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ജീവിതശൈലി രോഗ ക്ലിനിക്
എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഷുഗറും ഒക്കെ ഉള്ള ആളുകൾക്ക് സൗജന്യമായി അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസുലിനും മരുന്നും ഒക്കെ കൊടുക്കുകയും കൃത്യമായി ഡോക്ടർമാർ അവരെ പരിശോധിച്ച് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ധാരാളം ആളുകൾക്ക് വലിയ സഹായകരമായ ഒന്നാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ പരിശോധിക്കുന്ന ക്ലിനിക്ക്. അതോടൊപ്പം തന്നെ കണ്ടുവരുന്ന ഒന്നാണ് ഈ സ്ട്രോക്കുകൾ. ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫിസിയോതെറാപ്പി, ആ ഫിസിയോതെറാപ്പിയുടെ ക്ലിനിക്കും ചാവക്കാട് ആശുപത്രിയിലായിരുന്നു. ധാരാളം ആളുകൾക്ക് ആശ്വാസമേകാൻ കഴിയുന്ന ഒന്നാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പാൻഡമിക്, ഇപ്പോൾ നമ്മൾ കോവിഡ് പോലെയുള്ളതൊക്കെ ഇനിയും വരാമല്ലോ, ഇനിയും വരാം. അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി, കാരണം അന്നൊക്കെ നമ്മൾ ഓരോ സ്കൂളുകളെടുത്ത് അതെല്ലാം അത്തരം കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ സ്ഥിരമായി അത്തരമൊരു സംവിധാനം വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഐസൊലേഷൻ വാർഡ് തീരുമാനം. 1 കോടി രൂപയാണ് ഒരു ഐസൊലേഷൻ വാർഡിന് വേണ്ടി നീക്കി വെച്ചത്. അതിൽ 50 ലക്ഷം രൂപ MLA-മാരുടെ ഫണ്ട്, 50 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഫണ്ട് എന്നുള്ള ഐസൊലേഷൻ വാർഡുകൾ നമ്മുടെ ഇവിടെ വന്നു. കടപ്പുറം പഞ്ചായത്തിലെ ആശുപത്രിയോട് ചേർന്നാണ് നമ്മൾ ഐസൊലേഷൻ വാർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പാൻഡമിക്കുകൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കാനും പുതിയൊരു സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച്. അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലാണ് ഈ ജീവിതശൈലി രോഗ ക്ലിനിക്ക്, ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ഐസൊലേഷൻ വാർഡ്. ഈ ആരോഗ്യ മേഖല കഴിഞ്ഞ് നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യത്തിലേക്ക് കിടക്കാൻ തോന്നുന്നു. നവംബർ മുതൽ ഏതാണ്ട് മാർച്ച് വരെയാണ് ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. 2 ഉത്സവങ്ങൾ, നമ്മളുടെ ഗുരുവായൂരത്തെ ഉത്സവവും മറ്റേ ഏകാദശിയൊക്കെ വരുന്നു. ഒരുപാട് ജനത്തിരക്ക് വരും, ഒരുപാട് മാലിന്യങ്ങളുണ്ടാവും. വിവാഹങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ മാലിന്യം, ഒരുപാട് ഭക്ഷണ അവശിഷ്ടങ്ങളും ഹോട്ടൽ വേസ്റ്റും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇത് പണ്ട് പലപ്പോഴും റോഡുകളുടെ വശങ്ങളിൽ ഒരു വേസ്റ്റ് ബിന്നിനകത്ത് അതിന് ചുറ്റുപാടുമായിട്ടൊക്കെ കിടക്കാറുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് കാണുന്നില്ല. ചാവക്കാട് അതുപോലെ സജീവമായിട്ടുള്ളൊരു വിപണി നടക്കുന്നൊരു സമയമാണ്, കച്ചവടം നടക്കുന്നൊരു കാലമാണ് ഈ ഒരു പറയുന്ന മാസങ്ങൾ. അവിടെയും ഈ പറയുന്ന നമ്മളുടെ പുഴ, മറ്റേ കനോലി കനാലിൻ്റെ കരകളിലൊന്നും അത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കാണുന്നില്ല. ഇത് സത്യത്തിൽ കേരളം നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടലിൻ്റെ ഒരു റിസൾട്ടായിട്ട് കൂടെയല്ലേ കാണുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഈ മാലിന്യമുക്ത നവകേരളം അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഗൗരവപ്പെട്ട പദ്ധതിയാണ്. അതിന് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ മാറ്റമുണ്ടായ ഒരു മണ്ഡലമാണ് ഗുരുവായൂർ മണ്ഡലം. ഇപ്പോൾ നമ്മുടെ കോട്ടപ്പടിക്കടുത്തുണ്ടായിരുന്ന ശവക്കോട്ട ഇപ്പോൾ അങ്ങനെ വിളിച്ചാൽ ആളുകൾക്ക് ഇപ്പോൾ അത് ബയോ പാർക്കാണ്. അതിന് വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ചോദിച്ചത് ഇവിടെ നമ്മൾ ഇത്ര മാസമല്ലേ നമ്മളിവിടെ തിരക്കുണ്ടാവുന്നത്. സത്യത്തിൽ ഗുരുവായൂരിൽ 365 ദിവസവും സീസണാണ്. ശബരിമല സീസൺ, അത് കഴിഞ്ഞാൽ വേറെ ഉത്സവ സീസൺ, അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണ സീസൺ, അങ്ങനെ എല്ലാം കൊണ്ടും സീസണാണ്. എല്ലാം കൊണ്ടും മാലിന്യം ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും ഭംഗിയായി കാര്യക്ഷമമായി ഗുരുവായൂർ നഗരസഭ ആ കാര്യത്തിൽ നല്ല ഇടപെടലാണ് നടത്തിയത്. ഹരിതകർമ്മസേന അതിപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അവർ നമ്മൾ സ്തുതിക്കേണ്ട ആളുകളാണ്. കാരണം അവർ വീടുകളിൽ പോയി ഈ മാലിന്യം ശേഖരിച്ച് അത് തരംതിരിച്ച് ജൈവം അജൈവമാക്കി ഈ മാലിന്യങ്ങൾ അത് കൃത്യമായി അത് വളമാക്കി മാറ്റേണ്ടത് ആ മേഖലയ്ക്ക് കൊടുക്കണു. മറ്റു മേഖലകളിലേക്ക് വേണ്ടതിനുള്ള ആ കാര്യങ്ങൾ അതും ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായും മാലിന്യമുക്ത നവകേരളം അത് ഏറ്റവും ഭംഗിയായും മനോഹരമായും നമ്മുടെ പ്രദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ചാവക്കാട് പട്ടണത്തിലോ ഗുരുവായൂരിലൊന്നും കുപ്പത്തൊട്ടികളില്ല. മാത്രമല്ല മാലിന്യം വലിച്ചെറിയുന്നവർക്ക് കനത്ത ശിക്ഷ വരുന്നു. അത് കണ്ടെത്തി കൊടുക്കുന്ന ആളുകൾക്ക് പാരിതോഷികം കൊടുക്കുന്ന സ്ഥിതിയൊക്കെ വന്നു. ഹരിതകർമ്മസേന അംഗങ്ങളെ ആളുകൾ ബഹുമാനിക്കാൻ തുടങ്ങി. അവർ വളരെ സത്യസന്ധരാണ്. ഇപ്പോൾ സ്വർണ്ണമൊക്കെ ഈ മാലിന്യത്തിൽ നിന്ന് കിട്ടിയിട്ട് അത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഗുരുവായൂരിലെ ഹരിതകർമ്മസേനയുടെ സഹോദരിമാർക്ക് പുരസ്കാരങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിലെ അവരുടെ ഇടപെടലൊക്കെ വളരെ മാതൃകാപരമായിട്ട് നീങ്ങുന്നുണ്ട്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ മാലിന്യം ശേഖരിച്ച് തരംതിരിച്ച് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയ അളവിൽ മാലിന്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. അതുപോലെ തന്നെ സീവേജുകളുടെ ഒരു പ്രശ്നവും ഗുരുവായൂരിൽ വളരെ രൂക്ഷമായിരുന്നു. പഴുക്കുചാൽ പദ്ധതിയുടെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു.
അതിനോടനുബന്ധിച്ച് തന്നെ വരുന്നതാണല്ലോ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ. അതിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ എന്താണെന്ന് അതായത് ഈ സിവറേജ് ഈ അത്തരമായ ഇപ്പോൾ കക്കൂസ് മാലിന്യങ്ങൾ ഇപ്പോൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ ഉണ്ട്. കക്കൂസ് മാലിന്യം മറ്റേത് കൊണ്ട് തള്ളലാണ് പണി. അതെ, ഇപ്പോൾ അത് വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നഗരസഭയിലെ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവർ നേരിട്ട് വന്ന് ഈ മാലിന്യം ശേഖരിച്ച് അത് സംസ്കരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ നമ്മുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ മാലിന്യങ്ങൾ അല്ലെങ്കിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള തള്ളി കാനയിലേക്ക് ഒഴുക്കേണ്ട സ്ഥിതിയില്ല. അതിന് വലിയ അളവിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞു. കുറേയും കൂടി ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാനും അത് പരിചരിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയും. വലിയ അളവിൽ അതിൻ്റെ പരിഹാരങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞു എന്നല്ല, വലിയ അളവിൽ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഹരിതകർമ്മസേനയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ പലപ്പോഴും വീടുകളിലെ വേസ്റ്റ്, പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റുകൾ എടുക്കാൻ വരുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഹരിതകർമ്മസേനയോടുള്ളൊരു പൊതുജനങ്ങളുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വളരെയധികം മാറ്റം വന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മാലിന്യ സാക്ഷരത ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി കൂടിയാണ് ഇവർ ഈ വളണ്ടിയേഴ്സ് ഇതിലൂടെ ചെയ്തിട്ടുള്ളതാണ്. വലിയ അഭിനന്ദനം അർഹിക്കേണ്ട ഒരു പരിപാടി കൂടിയാണത്. അതോടൊപ്പം നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവുണ്ടായിട്ടുള്ളൊരു കാലമാണ്. നമ്മൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച പല സ്കൂളുകളും പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരികയും കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് പഠിക്കാൻ വരാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ അവർക്കൊരു ജാള്യതയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഗുരുവായൂരിന് അല്ലെങ്കിൽ ചാവക്കാട് പ്രദേശത്തിന്, ഈ മണ്ഡലത്തിന് 5 സർക്കാർ സ്കൂളുകൾ പ്രൈവറ്റ് ലാൻഡുകളിൽ ഇത്രയും വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുത കാഴ്ചയും കൂടിയുണ്ട്. പലപ്പോഴും അത് അടച്ചുപൂട്ടലിൻ്റെ വക്കിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ MLAയുടെ ഈ ഒരു 5 വർഷക്കാലത്തെ ടേം അവസാനിക്കുമ്പോൾ ആ വിദ്യാലയങ്ങൾക്ക് ഒരു സ്ഥിരം പ്രോപ്പർട്ടി ഉണ്ടാവുകയും പുതിയ സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായിരുന്നു അത്തരത്തിലുള്ള ഇടപെടലുകളുടെ ഒരു അനുഭവം? അതിൽ ഞാൻ മുൻ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കും. പുന്നയൂർ പഞ്ചായത്തിലാണ് സർക്കാർ സ്കൂളുകളെല്ലാം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകൾക്കും സ്വന്തമായി സ്ഥലം കണ്ടെത്തി. ഈ സ്ഥലം കണ്ടെത്തുന്നതിന് പ്രത്യേകതയുണ്ട്. ഇവരെല്ലാം ഈ സ്ഥലം കണ്ടെത്തിയത് സൗജന്യമായി ഈ സ്കൂളുകൾ പണിയുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ട് സ്ഥലം സൗജന്യമായി കൊടുക്കും, സംഭാവന ചെയ്യുന്നു. ഇപ്പോൾ തടാകം കുഞ്ഞുമുഹമ്മദാജി എന്ന് പറയുന്ന മഹാമനസ്കനായ വ്യക്തി പഠിച്ചൊരു സ്കൂളാണ് പുന്നയൂരിലെ നോർത്തിലെ സ്കൂൾ. ആ സ്കൂളിൻ്റെ സ്വന്തമായി സ്ഥലം വാങ്ങിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. കൊരഞ്ഞൂർ സ്കൂൾ അതുപോലെ തന്നെ ഒരു ബഹുമാനിയനായി ആ സ്കൂളിൻ്റെ ഇപ്പോൾ ആ സ്ഥലം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ്. അവരുടെ കുടുംബാംഗങ്ങളാണ് നമുക്ക് ആ സ്ഥലം സൗജന്യമായി സർക്കാരിന് വേണ്ടി വിട്ടുതന്നത്. ഇരട്ടപ്പുഴയിൽ, കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴയിലെ സ്കൂള് സൗജന്യമായി കിട്ടിയതല്ല. അത് സ്ഥലം കണ്ടെത്താൻ തന്നെ കുറേ കാലതാമസം ഉണ്ടായി. പിന്നെ സ്ഥലം നമ്മൾ കണ്ടെത്തി പഞ്ചായത്ത് തുക വക കൊള്ളിച്ചാണ് അതിന് സ്ഥലം വാങ്ങി ഇപ്പോൾ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് അതിനോട് കെട്ടിടം പണിയാൻ കഴിയും. കടപ്പുറം പഞ്ചായത്തിൽ തന്നെ പുതിയങ്ങാടി സ്കൂളിന് കിഫ്ബി ഫണ്ടിൽ പുതിയ കെട്ടിടം പണിതു. MLA ഫണ്ടിൽ ഇപ്പോൾ അവിടെ ബസ് വാങ്ങി കൊടുക്കുന്നു. അഞ്ചങ്ങാടിയിൽ, കടപ്പുറത്തെ അഞ്ചങ്ങാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു വലിയ ഭൂമി, എൻ്റെ ഒരു ധാരണ ശരിയാണ്, 25 സെൻറ്റിനേക്കാളും കൂടുതൽ ഭൂമി നേരത്തെ ഉണ്ടായിരുന്നില്ല. ആ ഭൂമി ഇപ്പോൾ നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. അത് റവന്യൂ വകുപ്പിന് കൈവശം ഉണ്ടായിരുന്ന ഭൂമിയാണ്. അത് സ്കൂളിന് ലഭിച്ചു. അവിടെ ഇപ്പോൾ നമ്മൾ കെട്ടിടം പണിയാൻ വേണ്ടിയുള്ള ഫണ്ട് സർക്കാർ നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ആ സ്കൂളിനെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാകുന്നു. ചാവക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധി പുതിയ കെട്ടിടങ്ങൾ വന്നു. മണത്തല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം വന്നു. ഇപ്പോൾ അതിന് പുറമെ 5 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം, കുറേ കാലതാമസം ഉണ്ടായിരുന്നത് മാറി മുന്നോട്ട് പോവുകയാണ്. അണ്ടത്തോട് സ്കൂൾ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എടുത്തു കളഞ്ഞ സ്കൂളാണ്. ആ വിദ്യാലയത്തിന് പുന്നയൂർക്കുളത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതി, അതിന് മുമ്പത്തെ ഭരണസമിതി സ്ഥലം വാങ്ങി അവിടെ നമ്മളിപ്പോൾ മനോഹരമായ കെട്ടിടം പണിതു. ആദ്യഘട്ടത്തിൽ കുട്ടികളെല്ലാം സ്കൂളിൽ ആ കെട്ടിടത്തിലേക്ക് മാറ്റി. ഇപ്പോൾ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കും.
ചെറായി സ്കൂളിന് പ്രത്യേകതയുണ്ട്. പുന്നൂർക്കുളത്ത് ചെറായി സ്കൂൾ അത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കുട്ടി വരെ ആയ സ്കൂളാണ്. ഇപ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കണം ഹൗസ്ഫുൾ, ഇനി കുട്ടികൾ എടുക്കാൻ പറ്റില്ല, അത്രയധികം കുട്ടികൾ അവിടെ വർദ്ധിച്ചതിന്. അങ്ങനെ സർക്കാർ സ്കൂളുകൾക്കൊക്കെ കെട്ടിടങ്ങളായി, ധാരാളം കുട്ടികളായി, വലിയ മാറ്റം ഈ നമ്മുടെ പൊതുവിദ്യാലയത്തിൻ്റെ മേഖലയിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ അത് പ്രകടമാണ്. ഇപ്പോൾ തിരുവത്ര കുഞ്ചേരി സ്കൂളിന് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുന്നുണ്ട്. ആ തലത്തിലെല്ലാം വളരെ വേഗതയേറിയ ഒരു പ്രവർത്തനമാണ്. ഗുരുവായൂർ സ്കൂള് നമ്മുടെ കിഴക്കേ നടയിലുള്ള ബസ് സ്റ്റാൻഡിനപ്പുറത്തുള്ള പുതിയ കെട്ടിടം, ആ സ്കൂളിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് സർക്കാർ സ്കൂൾ കെട്ടിടങ്ങൾ എടുത്താലും ആ മേഖലയിൽ കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന കൂറ്റൻ കെട്ടിടങ്ങളും പാശ്ചാത്തല സൗകര്യവും ഇപ്പോൾ വന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂരിൽ പഞ്ചായത്തിൽ കിടന്ന ചേറ്റുവ സ്കൂളിന് ഏറ്റവും മനോഹരമായ പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞു. കോട്ടക്കടപ്പുറം സ്കൂൾ ചേറ്റുവയിൽ തന്നെ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ തന്നെ കോട്ടക്കടപ്പുറം, അവിടെയും പുതിയ കെട്ടിടം പണിയാണ്. ഇപ്പോൾ പുതിയ സ്കൂളുകളോട് ചേർന്ന് ഇനി കളിസ്ഥലം കൂടി നിർമ്മിക്കും. ഇപ്പോൾ കോട്ടക്കടപ്പുറം സ്കൂളിന് അവിടെ പുതിയ കളിസ്ഥലത്തിന് വേണ്ടി MLA ഫണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടത്തിൽ സർക്കാർ സ്കൂളുകളോട് ചേർന്ന് കളിസ്ഥലങ്ങൾ കൂടി നിർമ്മിക്കുന്ന പദ്ധതിയിലേക്ക് പോവുകയാണ്. ഈ കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് നമ്മൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്ന മുതൽ. അത് തമിഴ്നാടിൻ്റെ പദ്ധതിയായിട്ടാണ് ആദ്യം തുടങ്ങിയെങ്കിലും അത് ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്തിട്ടുള്ളൊരു മാതൃക കേരളത്തിന് എപ്പോഴും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ടേമിൽ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു കെട്ടിട അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കൂടി സ്കൂളിനോട് ചേർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കുട്ടികൾ വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് മാറി കുറേ കൂടി എന്താ പറയുക സൗകര്യത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു മേഖലയിലേക്ക് ശ്രദ്ധിച്ചത്? സാധാരണ നമ്മൾ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകളോട് ഒരു ചിറ്റമെന്നായാണ് സർക്കാർ എന്നൊക്കെ സാധാരണ ആൾക്കാർ പറയാറുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾക്കും MLA ഫണ്ട് കൊടുത്തുകൊണ്ട് ശുചിമുറിയും അതുപോലെ തന്നെ അടുക്കളയും പണിയാം എന്ന ഒരു തീരുമാനമെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 20ഓളം സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ ശുചിമുറിയും MLA ഫണ്ടിൽ പാചകപ്പുരയും നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ അനുഗ്രഹമായിരുന്നു. ഈ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല ഭക്ഷണം, നല്ല ഹൈജനിക്കായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാവുന്ന ഒരു അടുക്കള ഉണ്ടാവുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിലയിടത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്നവർക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ നല്ല ശുചിമുറികൾ പണിത് കൊടുത്തപ്പോൾ കുട്ടികൾക്കൊക്കെ മറ്റു ഭയങ്ങളൊന്നുമില്ലാതെ ഈ പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് 20ഓളം സ്കൂളുകളിൽ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ മാറ്റം അതിലുണ്ടാക്കാൻ കഴിയും. എന്നോട് ആവശ്യപ്പെട്ട എല്ലാ സ്കൂളുകൾക്കും നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിലും ഗുരുവായൂർ മണ്ഡലത്തിലൊരു ഉന്നത വിദ്യാഭ്യാസ സംവിധാനമില്ല. ഏറ്റവും അടുത്തുള്ള കോളേജുകൾ എന്ന് പറയുന്നതൊന്നും മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നതുമല്ല. പ്രൈവറ്റ് കോളേജുകളുണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊരു പുതിയൊരു നാഴികക്കല്ലൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മണ്ഡലം എന്ന നിലയ്ക്ക്. അതിലേക്കുള്ള ശ്രദ്ധ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ MLAക്ക്? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ ഒരു കോളേജ് എന്നുള്ള നിലയ്ക്ക് LF കോളേജ് മാത്രമേ ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു നല്ല ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഒരു കാര്യം നമുക്ക് ബോധ്യമായത്. ഇപ്പോൾ പല ഡിഗ്രി കോഴ്സുകളും കുട്ടികൾ ചേരുന്നില്ല. അത്തരം കോഴ്സുകളിലൊന്നും കുട്ടികൾ പഠിക്കുന്നില്ല. കോഴ്സുകളുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. കുട്ടികൾ കുറേയും കൂടിയും തൊഴിലധിഷ്ഠിതമായ ഹ്രസ്വമായ കോഴ്സുകൾക്കാണ് താല്പര്യം. ഈ ജൻസിയിലൊക്കെ അതാണ് ഇപ്പോൾ വല്ലാണ്ട് പ്രൊഫഷണൽ കോഴ്സുകളാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കുഫോഴ്സിൻ്റെ ഒരു പുതിയ സെൻറ്റർ നമുക്ക് ബഹുമാന്യനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി അനുവദിച്ചു തന്നു. അതിപ്പോൾ നമ്മൾ പുത്തൻകടപ്പുറം ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളിനോട് ചേർന്ന് അതിൻ്റെ ഒരു സെൻറ്ററിന് വേണ്ടി 50 ലക്ഷം രൂപ ചെലവഴിച്ച് ചാവക്കാട് നഗരസഭയുടെ മേൽനോട്ടത്തിൽ അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി. ഇപ്പോൾ അതിലേക്കുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഓർഡറായി കഴിഞ്ഞു. അടുത്ത് തന്നെ അതിൻ്റെ കോഴ്സുകൾ ആരംഭിക്കുകയാണ്. ഉന്നതമായിട്ടുള്ള ഒരു പഠന കേന്ദ്രമാണ്. പ്രധാനമായും നമ്മൾ വിഴിഞ്ഞം തുറമുഖമൊക്കെ വന്നപ്പോൾ
അവിടേക്ക് ധാരാളം ആളുകൾ ആവശ്യം വരുന്ന കോഴ്സുകളടക്കം അവിടെ ആരംഭിക്കാൻ വേണ്ടി പോകും. അതിൽ ചിലത് 6 മാസത്തെ കോഴ്സാണ്, ചിലത് 1 വർഷത്തെ കോഴ്സാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ചേരാം, എത്ര പ്രായമായ ആൾക്കും ചേരാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ അവിടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഫെബ്രുവരി 2ാം വാരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ കടപ്പുറം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോട് ചേർന്ന് ഇതേപോലത്തെ ചില കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം കോഴ്സുകളും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തീരെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മളതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തൃപ്തിയായി എന്നല്ല, ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ വേണം. കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ നിലവിലെ LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5 വർഷം MLA ഇടപെട്ടിട്ടുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖലകൾ ഏതൊക്കെയാണ്? എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഇടപെട്ടിട്ടുള്ളത്? അതിലേറ്റവും ഗംഭീരമായ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നേരത്തെ പൊന്നാനി കോള് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, പക്ഷേ ഈ കടലാസിലായിരുന്നു. തൃശ്ശൂർ കോളുണ്ട്, പൊന്നാനി കോള് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, പക്ഷേ കടലാസിലായിരുന്നു. അത് പൊന്നാനി കോള് ബഹുമാനായ റവന്യൂ മന്ത്രി ചെയർമാനായി അത് പുനഃസംഘടിപ്പിച്ചു. അതിൻ്റെ മേഖലയിൽ വരുന്ന MLA മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗം എല്ലാ മാസത്തിലെയും ആദ്യത്തെ തിങ്കളാഴ്ച പെരുമ്പടപ്പിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായൊരു ഗുണം, ഈ പദ്ധതികളെല്ലാം അവലോകനം ചെയ്യാൻ തുടങ്ങി. കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഏറ്റവും വലിയ പാടശേഖരമായിട്ടുള്ള പുന്നയൂർക്കുളം പഞ്ചായത്ത്, വടക്കേക്കാട്, പുന്നയൂർ, ചാവക്കാട് നഗരസഭയുടെ മുട്ടിൽ പാടശേഖരം, ഇവിടെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റായിട്ട്, കാനനിർമ്മാണങ്ങളായിട്ട് ഒരുപാട് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ പാടശേഖര സമിതിക്കൊക്കെ ഇതിൻ്റെ ഭാഗമായി വലിയ ഗുണമാണ് ഉണ്ടായത്. നെല്ല് സംഭരിക്കുന്നതിൽ, സംഭരിച്ച നെല്ല് കൃത്യമായി അത് എടുപ്പിക്കുന്നതിൽ, അതിൻ്റെ ഭാഗമായി കൃത്യമായ ആളുകൾക്ക് പൈസ ലഭിക്കുന്നതിലൊക്കെ തന്നെ നല്ല മാറ്റം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ കഴിയും. നെൽകർഷകരുമായി സംസാരിച്ചാൽ തന്നെ ആ കാര്യങ്ങൾ ബോധ്യമാവും. ആയിരക്കണക്കിന് ഏക്കർ വരുന്ന പാടശേഖരവും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നെൽകർഷകർക്കും അതിൻ്റെ ഭാഗമായി വലിയ ഗുണം, ആശ്വാസം, ആ രംഗത്ത് അവർക്ക് തറച്ചു നിൽക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്, സർക്കാരിൻ്റെ തന്നെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂരഹിതരായവർക്ക് വീട് നൽകുക എന്ന് പറയുന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പട്ടയ വിതരണം ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടിവെള്ളം. ഇപ്പോൾ വീട്, ഭൂമി, പിന്നെ കുടിവെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നൊരു ആവശ്യം കൂടിയുണ്ടല്ലോ. ഈ 3 മേഖലകളിലേക്കും നമ്മളുടെ ഗുരുവായൂർ മണ്ഡലത്തിലെ ഇടപെടലുകളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ? അതിലിപ്പോൾ നമുക്ക് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിന്നിരുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. പുന്ന, തെക്കൻ പാലയൂർ, തെക്കഞ്ചേരി, അതുപോലെ തന്നെ മണത്തല പ്രദേശങ്ങൾ, ഇതൊക്കെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. വഞ്ചിക്കടവ്, ഈ കരിവന്നൂർ കുടിവെള്ള പദ്ധതി വന്നപ്പോൾ നമുക്കത് വലിയ ആശ്വാസമായി. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും ഗുരുവായൂർ നഗരസഭയുടെയും പട്ടണത്തിൻ്റെയും പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും കരിവന്നൂർ കുടിവെള്ള പദ്ധതി, അത് ഈ 2 നഗരസഭകളുടെയും പദ്ധതിയായിരുന്നു, കുറേയൊക്കെ പരിഹരിക്കാൻ കഴിയും. പിന്നീട് അമൃത് സെക്കൻഡ് വന്നപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പൂക്കോട് പഞ്ചായത്ത് പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിന്നിരുന്ന മറ്റൊരു പ്രദേശം ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രദേശമായിരുന്നു. നാട്ടിക കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. അവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം തകരാറിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ സർക്കാർ അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് ടെൻഡർ ചെയ്തു. ഇപ്പോൾ കരാറുകാരൻ വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മറ്റൊരു ബദൽ മാർഗത്തിലൂടെ കുറേയൊക്കെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിക കുടിവെള്ള പദ്ധതി കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി പൂർണ്ണമായി നമുക്ക് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ഒരുമനിയൂർ പഞ്ചായത്തിലും കടപ്പുറം പഞ്ചായത്തിലും അവിടെ 2 വാട്ടർ ടാങ്കുകളുടെ നിർമ്മാണം, അതിലിപ്പോൾ കടപ്പുറം പഞ്ചായത്തിലെ 3-ാം കല്ലിൽ വാട്ടർ ടാങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുമനിയൂർ പഞ്ചായത്ത് തങ്ങൾപ്പടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ജലജീവൻ്റെ പ്രവർത്തനങ്ങൾ അതിന് പല കാരണങ്ങൾ കൊണ്ട് കാലതാമസമുണ്ട്. ആ ജലജീവൻ പദ്ധതിയുടെ ഈ പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൂർത്തിയാകുകയും അതിൻ്റെ പമ്പ് സെറ്റും മറ്റ് വർക്കുകളും സ്റ്റേഷൻ നിർമ്മാണമൊക്കെ തന്നെ ഭാരതപ്പുഴയുമായി ചേർന്നിട്ടാണ് ആ നിർമ്മാണങ്ങളും പുരോഗമിച്ച് കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ ശാശ്വതമായ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയും. അതിലൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞൊരു അഭിമാനമുണ്ട്. ഗുരുവായൂരിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഗുരുവായൂർ KSRTCയുമായിട്ടും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായിട്ടും ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സെപ്പറേറ്റഡ് ആക്കിയപ്പോൾ സിവിൽ പോലീസ് സ്റ്റേഷന് മറ്റൊരു ഇടം കണ്ടെത്തുന്നതായിട്ടും. ഇതോടുകൂടി ഗുരുവായൂർ ഒരു പുതിയ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുരോഗതി എന്തായി എന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഗുരുവായൂർ ആയുർവേദ ആശുപത്രിക്ക് ഏകദേശം 3 കോടി രൂപയുടെ തുക പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളിപ്പോൾ ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പൂക്കോട് പഞ്ചായത്തിലുള്ള ഗുരുവായൂരിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ. അവിടെയും ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ AS നടപടികളിലേക്ക് അവിടെയും നീങ്ങുകയാണ്. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 4 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഗുരുവായൂരിലെ KSRTC സമുച്ചയം. അതിനടുത്ത മാസത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോവുകയാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പുതിയതായി KSRTCയുടെ നേതൃത്വത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ അതിപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു കളിസ്ഥലം പൊന്നിയൂർ പഞ്ചായത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് സമുച്ചയം മത്സ്യഭവൻ ചാവക്കാട് ബീച്ചിൽ നമ്മൾ അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ, ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതെല്ലാം ടെൻഡർ നടപടിയിലേക്ക് കടക്കുക. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പരാമർശിച്ചപ്പോൾ ചാവക്കാട്ടെ തീരപ്രദേശങ്ങളാണ് മണ്ഡലത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം. അതിൽ വലിയ വിഭാഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും കൂടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ മത്സ്യത്തൊഴിലാളി ക്ഷേമവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇപ്പോൾ തീരദേശങ്ങളിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ, കടപ്പുറം പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഒരു ഷെൽട്ടർ, സൈക്ലോൺ ഷെൽട്ടർ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ, അതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആവശ്യങ്ങളും ഈ മത്സ്യത്തൊഴിലാളികളെ ഇത്രയധികം ചേർത്ത് പിടിച്ചൊരു ഗവൺമെൻറ് വേറെയില്ല. അതിന് അങ്ങനെ ആ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചതുകൊണ്ട് തന്നെ ഈ തീരദേശ നിയോജക മണ്ഡലങ്ങളിലെ 95% മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് കടലിൻ്റെ ചേർന്ന് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മാറ്റി താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുനർഗേഹം പദ്ധതി ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി ഏങ്ങണ്ടൂർ പഞ്ചായത്ത് ധാരാളം വീടുകൾ വന്നു, മറ്റു പല പഞ്ചായത്തുകളിലും വന്നു. ഞാൻ MLA ആയതിനു ശേഷം പുനർഗേഹം പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ കുറേ തൊഴിലാളികൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ പ്രത്യേക മീറ്റിംഗ് വിളിച്ച് പ്രത്യേകം പദ്ധതി തയ്യാറാക്കി ഇപ്പോൾ തൊട്ടാപ്പിൽ മത്സ്യത്തൊഴിലാളികൾക്ക്, അതിലൊന്നും സ്ഥലം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് സ്വന്തമായി ഒരുമിച്ച് സ്ഥലം വാങ്ങി അവിടെ വീടുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. അതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ധാരാളം കടലിനോട് ചേർന്ന് തന്നെ കടൽ പുറമ്പോക്കിൽ 4 പതിറ്റാണ്ടായിട്ടൊക്കെ താമസിക്കുന്നുണ്ട് പട്ടയം കിട്ടാണ്ടുള്ള ആൾക്കാർ. അവർക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി ഞാൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ അതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വന്ന് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം ഈ കടൽ പുറമ്പോക്കിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുക. പുന്നയൂർ പഞ്ചായത്തിൽ ദീർഘകാലമായി പട്ടയം ലഭിക്കാത്ത എടക്കഴിയൂർ പ്രദേശത്തെ ഫിഷറീസ് ഉന്നതിയിൽ താമസിച്ചിരുന്ന ആളുകൾക്കെല്ലാം പട്ടയം കൊടുത്തു. പട്ടയം കൊടുത്തത് മാത്രമല്ല, അവർക്കൊക്കെ ഏകദേശം 8 ലക്ഷത്തിൻ്റെ മുകളിൽ മറ്റുമാണെന്നാണ് എൻ്റെ ഒരു ധാരണ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വീട് നിർമ്മാണം. അത് പുന്നയൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തിന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്.
അവർക്കെല്ലാം വീട് നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. വീട് നിർമ്മാണം നടക്കുന്നു. 10 സെൻറ്റ് ഭൂമി വരെയുള്ള ആളുകൾക്കുള്ള പട്ടയം കൊടുത്തു. 10ൻ്റെ മുകളിൽ 15 സെൻറ്റ് ഭൂമിയൊക്കെ വരുന്ന ആളുകൾക്കുള്ള പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മന്നലംകുന്ന് മസ്ജിദ് മഹല്ല് കമ്മിറ്റി, ആ മന്നലംകുന്ന് മഹല്ല് കമ്മിറ്റിക്ക് ഒരു വലിയ ഭൂമി പട്ടയമില്ലാതെ വലിയ പ്രയാസമുണ്ടായിരുന്നു. അവർക്ക് പട്ടയത്തിൻ്റെ രേഖ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നാണ് മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഏറ്റു. ആ മേഖലയിലെല്ലാം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, ഇതാണ് സർക്കാരിൻ്റെ മുദ്രാവാക്യം. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വലിയ ശ്രമങ്ങളാണ് അതിൻ്റെ ഭാഗമായി നടത്തിയത്. അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ തന്നെ എടക്കഴിയൂർ പുതിയതായിട്ടുള്ള വില്ലേജ് ഓഫീസ്, പുന്നയൂർ വില്ലേജ് ഓഫീസ് നമുക്ക് പുതുതായി നിർമ്മിക്കാൻ കഴിഞ്ഞു. മണത്തല വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം വന്നു. ഇപ്പോൾ ഇതാ നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലെത്തി ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ്. ഇതിങ്ങനെ പുതിയ വില്ലേജ് ഓഫീസുകൾ, വടക്കേക്കാടും പുതിയ വില്ലേജ് ഓഫീസ്, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, അത് നിരവധി വില്ലേജ് ഓഫീസുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു. രാമു കരിയാട്ട്, മലയാളത്തിൻ്റെ ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള രാമു കരിയാട്ടിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാംസ്കാരിക നിലയം ചേറ്റുവായിൽ, അതിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കും. അതും എടുത്തു പറയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനം. തീരദേശ മേഖലയിൽ വലിയ പ്രയാസം ഉണ്ടാകുന്ന ഒരു കാലമാണ് മഴക്കാലം. നമുക്ക് ഏതാണ്ട് ഒരു 5 മാസക്കാലം തുടർച്ചയായിട്ട് മഴ കിട്ടുന്ന ഒരു സമയമാണത്. അതേ സമയത്ത് തന്നെയാണ് മണൽത്തിട്ടകൾ ഉണ്ടായിട്ട് ആ മണൽത്തിട്ടകളിൽ തട്ടി മത്സ്യത്തൊഴിലാളികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ ചാവക്കാട് പ്രദേശത്ത് ധാരാളം കേട്ടിട്ടുണ്ട്. അതിനെ പരിഹരിക്കാൻ ഒരു ഇടപെടൽ നടത്തിയിരുന്നതിനെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾ ഇത് പലപ്പോഴും ഈ മീൻ പിടിക്കാൻ വേണ്ടി പോയി വരുമ്പോൾ മണൽത്തിട്ടയിൽ തട്ടി ഇത് തകർന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ, കോടിക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടമാണ് ഇവർക്കുണ്ടാവുന്നത്. അതിന് പ്രധാന കാരണം ഈ മണ്ണ് അവിടുന്ന് മാറ്റണം. അതിൽ നമുക്ക് ചേറ്റുവ പ്രദേശത്ത് ഡ്രഡ്ജിങ് നടത്തി മണൽ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആശ്വാസ നടപടിയാണ്. ഇതിന് പുറമെ ചേറ്റുവ ഹാർബറിലും നമ്മുടെ മുനക്കക്കടവിലും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ചേറ്റുവയിലെ ഹാർബറിൻ്റെ നവീകരണം, വാർഫിൻ്റെ പ്രവർത്തനങ്ങൾ, ചേറ്റുവായിലും മുനക്കക്കടവിലൊക്കെ തന്നെ നമ്മുടെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള ശുചിമുറികൾ, ക്യാൻറ്റീനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വലിയ അളവിൽ പ്രവൃത്തിപഥത്തിലെത്താൻ കഴിഞ്ഞത് ആ മേഖലയിൽ അവിടുത്തെ തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുകയാണ്. നമ്മുടെ പൊന്നാനിക്കും മുനമ്പത്തിനും ഇടയിൽ ഫിഷ് ലാൻഡിങ്ങിന് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമായിട്ട് ചാവക്കാടിനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ലേ? മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പദ്ധതിയായിട്ട് അതിനെ ആലോചിക്കാൻ കഴിയുമോ നമുക്ക്? അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഹാർബറാണ് ചേറ്റുവ ഹാർബർ. ഇനി പുതിയ ഹാർബറുകൾ വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ സാധ്യതാ പഠനത്തിലാണ്. നമ്മൾ എടക്കഴിയൂരും മുനക്കക്കടവിലും അതിൻ്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇപ്പോൾ മുനക്കക്കടവിൽ ഇപ്പോൾ ചെറിയ തോതിൽ മീൻപിടുത്തമുണ്ട്, അത് വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും എടക്കഴിയൂരിൽ പുതിയ ഹാർബറിനെ കുറിച്ചൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ സാധ്യതാ പഠനത്തിൽ ഉള്ളതാണ്. അതുപോലെ ഈ കാലാവസ്ഥ മോശമാകുന്ന അവസരങ്ങളിൽ പലപ്പോഴും തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെട്ടെന്ന് മാറി നമ്മുടെ സ്കൂളുകളിലേക്കോ മറ്റോ ഷെൽട്ടർ എടുക്കാൻ പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിന് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ നമ്മൾ മണ്ഡലത്തിനകത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? അതാണല്ലോ ഏറ്റവും മാതൃകാപരമായ ഒരു സൈക്ലോൺ ഷെൽട്ടറാണ് കടപ്പുറം പഞ്ചായത്തിൽ പണിതിട്ടുള്ളത്. നേരത്തെ ഇത്തരം കടലാക്രമണം ഉണ്ടായാൽ ഇവരെ കൊണ്ടുപോയി നമ്മൾ താമസിപ്പിക്കുക സ്കൂളുകളിലാണ്. അതെ. അപ്പോൾ കുട്ടികളുടെ പഠനം മുടങ്ങും. അതെ. അതിന് ഒരു പരിഹാരമായി ഈ സൈക്ലോൺ ഷെൽട്ടർ. ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം ഉണ്ടായ കാലവർഷക്കെടുതിയിൽ നമ്മൾ പുന്നയൂർ പഞ്ചായത്തിലെയും ചാവക്കാട് നഗരസഭയിലെയും അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം താമസിക്കാൻ വേണ്ടി നമുക്ക് സൈക്ലോൺ ഷെൽട്ടർ, കടപ്പുറം പഞ്ചായത്തിലെ സൈക്ലോൺ ഷെൽട്ടർ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. ധാരാളം ആളുകളെ താമസിപ്പിക്കാൻ കഴിയാവുന്ന സൗകര്യമുള്ള ഒന്ന്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർക്കാരിൻ്റെ എടുത്തു പറയാൻ കഴിയാവുന്ന നേട്ടങ്ങളിൽ ഒന്നായിട്ട് ഞങ്ങൾ കാണുന്നു. ചാവക്കാട് പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മൾ പലപ്പോഴും മിനി ഗൾഫ് എന്ന ചെറിയ പേരിലാണ് അറിയപ്പെടാറുള്ളത്. എല്ലാ വീടുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു തോത് താരതമ്യേന താഴേക്കാണ്.
തിരിച്ചു വരുന്നവർക്ക് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് വരുന്നവർക്ക് സംരംഭകത്വം തുടങ്ങാൻ സർക്കാരിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടുമാണ് സർക്കാർ ഇപ്പോൾ പോളിസി തീരുമാനിച്ചിട്ടുള്ളത്, സർക്കാർ പോളിസികൾ. ചാവക്കാട് അത്തരത്തിലുള്ള ഇടപെടലുകൾ, ഗുരുവായൂർ മണ്ഡലത്തിൽ മൊത്തത്തിൽ അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും? നമ്മുടെ ഈ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ SME, ഈ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ധാരാളം കേരളത്തിലാകെ വന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഇത്തരം സംരംഭങ്ങൾ ആരംഭിച്ച ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് പ്രത്യേക പുരസ്കാരം കിട്ടിയില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ ഇതുപോലെയുള്ള ധാരാളം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വനിതകൾ, അവർ ചിലപ്പോൾ അതിൻ്റെ ഡെമോ ഒക്കെ ഇവിടെ നടത്താറുണ്ട്, എന്നെയൊക്കെ ക്ഷണിക്കാറുണ്ട്. ഇപ്പോൾ നാളെ അതിൻ്റെ ഒരു പ്രത്യേക മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നുണ്ട്. അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻക്യുബേറ്ററുകൾ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ബാങ്കുകളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഫീൽഡ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വന്നിട്ടുണ്ട്. നമ്മുടെ മേഖലയിലെ ധാരാളം യുവതീ യുവാക്കൾ ഇത് നന്നായി പ്രയോജനപ്പെടുത്തി ധാരാളം പുതിയ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. സംരംഭങ്ങളുടെയും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കാര്യം പറയുന്ന അവസരത്തിൽ ചോദിക്കുകയാണ്, ഈ കേന്ദ്ര ഫണ്ട് പലപ്പോഴും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് വരുന്നില്ല എന്നുള്ളൊരു തടഞ്ഞു വയ്ക്കപ്പെടുന്നു എന്നുള്ളൊരു പ്രയാസമുണ്ട്. അത് ഒരു നയപരമായിട്ടുള്ള പ്രശ്നമാണ്, രാഷ്ട്രീയമാണ്. അതേസമയം പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് സർക്കാരിൻ്റേതായിട്ടുള്ള ചില പിഴവുകൾ കൊണ്ടും അതുപോലെ ചില ഫണ്ടുകൾ നേടിയെടുക്കുന്നതിന് ഇടതുപക്ഷം അതിൻ്റെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളുമുണ്ട്. ഒരു MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ അത്തരം പ്രതിസന്ധികൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഘട്ടത്തിൽ തുടങ്ങി വെച്ച ഒരു ഫണ്ടിങ് നിന്ന് പോകുന്നത് നിർമ്മാണ പ്രവർത്തനത്തെ നമുക്ക് കേന്ദ്ര അവഗണനയുടെ ലക്ഷണമൊത്തൊരു ഉദാഹരണമാണ് ഗുരുവായൂർ റെയിൽവേ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് വടക്കോട്ട് കുറ്റിപ്പുറത്തേക്കോ മറ്റോ ഈ പാത ഇരട്ടിപ്പിക്കാനോ നീട്ടാനോ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ലോകസഭാ അംഗം BJPയുടെ MP ആണ്, അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം ഒരു താല്പര്യം എടുത്തിരുന്നെങ്കിൽ, നേരത്തെ മുസ്ലിം ലീഗിന് താല്പര്യമുള്ളത് കൊണ്ട് അവരുടെ ചില നേതാക്കന്മാരുടെ സ്ഥലമൊക്കെ ഈ അക്വിസിഷൻ്റെ ഭാഗമായി എടുക്കുമെന്ന് പറഞ്ഞാണ് അവർ ഈ വടക്കോട്ടുള്ള പാതയുടെ അക്വിസിഷൻ നടപടികൾ നിർത്തിവെപ്പിച്ചത്. അതിൻ്റെ അക്വിസിഷൻ നടപടിക്ക് നേതൃത്വം നൽകിയ തഹസീൽദാരുടെ ആഫീസ് അടക്കം പൂട്ടിയവർ പൊട്ടിച്ചത്. ഇപ്പോൾ കേന്ദ്രമാണ് ഭരിക്കുന്നത്. അവർക്ക് ഗുരുവായൂരിനുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുന്ന ആളുകളാണ്. എത്രയോ തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ്. അതിനോടൊക്കെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ ഗുരുവായൂർ റെയിൽവേ പാത വടക്കോട്ട് നീട്ടാൻ വേണ്ടി ഒരു നടപടി സ്വീകരിക്കും. അത് ചെയ്തില്ല. എത്രയോ തീർത്ഥാടകർക്ക് വരാൻ കഴിയുന്ന ഈ ഗുരുവായൂരിലേക്ക് ഒരു പുതിയ തീവണ്ടി, ഇപ്പോൾ ധാരാളം ആയിട്ട് ആൾക്കാർ പറഞ്ഞിരുന്ന ഈ പഴനിയിലേക്കും മറ്റും പുതിയ തീവണ്ടികൾ ഇവിടെ നിന്ന് പോകണം എന്നതിനാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഡിമാൻഡുകൾ, നിവേദനങ്ങളൊക്കെ കൊടുത്തു. ഒരു റിസൾട്ടുമില്ല. ഇപ്പോൾ കോവിഡ് കാലത്ത് നിർത്തിവെച്ച തീവണ്ടികൾ പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് ആശ്വാസകരം തന്നെ. പക്ഷേ 5 മണിക്ക് ഗുരുവായൂരിൽ നിന്ന് ജീവനക്കാർ ജോലി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഉണ്ടായിരുന്ന ആ തീവണ്ടി ഇപ്പോൾ 6:10 ഇവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് അവർ ജോലി കഴിഞ്ഞിട്ട് ആളുകൾക്ക് വരാൻ കഴിയാവുന്ന ഒരു ട്രെയിൻ ഇങ്ങോട്ടുണ്ടായിരുന്നു. അത് രാത്രി 8:10 ആക്കിയിട്ടുള്ളത്. തീവണ്ടി പുനഃസ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സമയത്തിലുണ്ടായിട്ടുള്ള മാറ്റം യാത്രക്കാർക്ക് സഹായകരമായ രീതിയിലല്ല. അത് പുനരാലോചന കൂടി നടത്തണം. പുതിയ തീവണ്ടികൾ അനുവദിക്കണം. തീവണ്ടിപ്പാത വടക്കോട്ട് നീട്ടാൻ ആവശ്യമായ നടപടി ഉണ്ടാവണം. തിരുവങ്കിടത്തുള്ള നമ്മുടെ പുതിയ ഒരു പ്രവർത്തനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ ആയിട്ട് നമുക്ക് അടിപ്പാത, അണ്ടർ പാസേജ്, തിരുവങ്കിടത്ത് അണ്ടർ പാസേജ്, അത് ഞങ്ങൾ ചെയ്തോളാം, സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വെച്ചതാണ്, അപ്പോൾ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് റെയിൽവേ നമ്മളോട് പറഞ്ഞ് ഇപ്പോൾ റെയിൽവേ അത് ഏറ്റെടുത്തു. പക്ഷേ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഗുരുവായൂരിൻ്റെ സമഗ്രമായ വികസനത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ നിസ്സംഗമായ നിലപാട് സ്വീകരിക്കുന്നു, അവഗണന തുടരുന്നു. പല പദ്ധതികളും അവർ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ഷേത്ര നഗരങ്ങൾക്ക് കൊടുത്തു. എന്നാൽ ഗുരുവായൂരിന് അത്തരത്തിലുള്ള പദ്ധതികളോ പ്രവർത്തനങ്ങളോ കേന്ദ്ര ഗവൺമെൻറ് പൊതുവേ തരുന്നില്ല.
കേരളത്തിന് തീരെയും തരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രതിപക്ഷം യഥാർത്ഥത്തിൽ BJPയുടെ B ടീമല്ലേ. ഇപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട പദ്ധതികൾ തരാത്തതിനെക്കുറിച്ച് അവിടെ ലോകസഭയിൽ ശബ്ദമുയർത്തി പറയേണ്ടതിന് പകരം കേരള സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ അതിദരിദ്രനിൽ നിന്ന് മുക്തമായ കേരളം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ UDF MP-മാർ ലോകസഭയിൽ ചോദിക്കുന്നത് ഇനി കേരളത്തിന് റേഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഉപചോദ്യം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഈ കളവ് നടത്തിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായും LDF-നെതിരായും പാരടിപ്പാട്ട് പാടാൻ അവിടെ MP-മാർ പോയിട്ട്. അപ്പോൾ BJPയുടെ B ടീമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF. പുതിയൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് ഗുരുവായൂരിലെ നിയമസഭാ മണ്ഡലത്തിനകത്തെ LDF-ൻ്റെ ഒരു ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു സംശയവുമില്ല, LDF മികച്ച രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ വോട്ടോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നിയമസഭാ മണ്ഡലം നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗുരുവായൂരിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെൻറ് നോക്കൂ, 10 കൊല്ലക്കാലമായിട്ട് കേരളത്തിൽ പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിങ് എന്താണെന്ന് ആരെങ്കിലും അറിയുമോ? ക്രമസമാധാനം, ഒരു വർഗീയ കലാപം പോലും കേരളത്തിലില്ല. തൊട്ടപ്പുറത്തൊക്കെ കലാപങ്ങളുണ്ട്. പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എല്ലാം മികച്ചത്, സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇങ്ങനെ നാടിൻ്റെ പാശ്ചാത്തല സൗകര്യങ്ങൾ, ദേശീയപാതയുടെ വികസനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചൂണ്ടി ഒരു അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രി 10 കൊല്ലക്കാലത്തിനിടയിൽ രാജിവെക്കേണ്ടി വന്നിട്ടില്ല. 6ാം മന്ത്രിക്ക് വേണ്ടിയുള്ള തല്ലോ ഗ്രൂപ്പ് ചർച്ചയോ പ്രതിച്ഛായ ചർച്ചയോ ഇല്ല. അപ്പോൾ തീർച്ചയായും LDF പൂർവാധിക ശക്തിയോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. ഗുരുവായൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. UDF മുന്നണിക്കകത്ത് കക്ഷികൾ തമ്മിൽ സീറ്റ് വെച്ച് മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. അതൊരു പക്ഷേ ഗുരുവായൂരിനെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടുകൂടെ നമുക്ക് മനസ്സിലാക്കാം. അവരങ്ങനെ പേരുകളൊന്നും പൂർണ്ണമായിട്ട് പറഞ്ഞില്ലെങ്കിലും അത്തരത്തിലെന്തെങ്കിലും MLA-യുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു? സത്യത്തിൽ പത്രങ്ങളൊക്കെ പറയണത് സീറ്റ് ഇന്ന കൂട്ടർ ചോദിക്കുന്നുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേണമെന്നല്ല, ഞങ്ങൾക്കിത് വേണ്ട എന്നാണ് അവർ പറയുന്നത്. വളരെ ദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഗുരുവായൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 ഇലക്ഷൻ കാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. എല്ലാ ഭാവുകങ്ങളും ശ്രീ NK അക്ബർ MLA.